ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൊമി ചോട്ട. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ഓണത്തിന്റെ ഒക്കെ ഔട്ട്ഫിറ്റ് ചെക്ക് ആണ്. അതായത് സ്കൂള് കോളേജ് ഒക്കെ പോകുന്ന എല്ലാവർക്കും ഓണം സെലിബ്രേഷൻ കാണും. അപ്പൊ ഓണം സെലിബ്രേഷൻ ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ ഒരു റാൻഡമായി നോക്കാം അല്ലെ. 1000 രൂപ ബഡ്ജറ്റ്. അപ്പൊ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന കുറച്ച് ഐഡിയാസ് കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരാം. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് മാക്സ് സ്റ്റുഡിയോ പോലുള്ള ഷോപ്സിലാണ്. പിള്ളേർക്കൊക്കെ ഓണത്തിന് കോളേജിലൊക്കെ ഇടാം, അല്ലെങ്കിൽ ഓണത്തിന്റെ പരിപാടികൾ എവിടെയൊക്കെ നടത്തുന്നു അവിടെയൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഞങ്ങൾ തന്നെയാണ് മോഡല്, ഞങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. നല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം മാക്സിൽ പോയി നോക്കാം. അപ്പൊ ആ വ്ലോഗാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. ഇന്നത്തെ ഈ പരിപാടി അതാണ്. കമോൺ ഗൈസ്, പോകാം. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഞങ്ങൾ മാക്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പോളയത്തോടുള്ള മാക്സ് ആണ് കേട്ടോ. പോളയത്തോട് എല്ലാവർക്കും അറിയാലോ, കൊല്ലം ജില്ലയിലെ അത്യാവശ്യം എല്ലാ ഫേമസ് ആയിട്ടുള്ള സ്റ്റോറുകളും ഉള്ള ഒരു സ്പേസ് ആണ് പോളയത്തോട്. അപ്പം ആർട്ടക്കിന്റെ അടുത്തുള്ള മാക്സിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിഷമോൾ ഇറങ്ങി നമുക്ക് അകത്ത് ഒരു കുറച്ച് കളക്ഷൻസ് നോക്കി നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആ ബഡ്ജറ്റ് നമുക്കൊരു 1500 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ഓണ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ്. പക്ഷെ പൂക്കളും വൈബിലുള്ള കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ നോക്കി. പിന്നെ അവളുടെ സൈസിലുള്ളതാണ് ഈ നോക്കുന്നത്. ഇച്ചിരി ടാസ്ക് പരിപാടിയാണ് കേട്ടോ. എല്ലാത്തിനും എക്സ്ട്രാ സ്മോൾ മതി പുള്ളിക്കാരിക്ക്. അപ്പൊ ഇങ്ങനത്തെ മാക്സി ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഒക്കെ ഒരു 1000-നകത്താണ് റേറ്റ് വരുന്നത്. ആ പിങ്ക് അത് എനിക്ക് ഇടാം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്ക് അത് ചേരൂല ഗൈസ്, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ 599 രൂപയുടെ ഒരു ചെപ്പൽ കണ്ടു കേട്ടോ. ഇങ്ങനത്തെ ഫാഷൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് മോഡൽ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ പാർട്ടി വെയർ, ഇതൊരു കിടിലം ഐറ്റമാണ്. ഇത് ഇട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതൊരു നല്ല ഫിറ്റിംഗ് ഉള്ള ഐറ്റം ആയിരുന്നു. പിന്നെ ഈ ചന്ദന കളർ വൈബ് എന്ന് പറയുമ്പോൾ പൂക്കാലം വരുമായി ആ ഒരു വൈബ് കിട്ടുന്ന ഒരു സാധനമാണല്ലോ ഈ ചന്ദന കളർ. ഓണത്തിന്റെ ഒരു മൂഡ് കിട്ടുന്ന ഐറ്റംസ് ആണ്. പിന്നെ ഈ കുർത്ത, ഇതൊക്കെ നോർമൽ കുർത്തയാണ്, സാധാരണ കാണുന്നതല്ലേ ഇതൊക്കെ. പിന്നെ ഈ സാധനം, ഈ കളർ ഉടുപ്പും ഇട്ടു വന്നപ്പോ അടിപൊളിയായിരുന്നു. വിച്ചൊക്കെ ഞാൻ കാണിച്ചു തരാൻ, പേടിക്കണ്ട. പിന്നെ ഈ റോസ്, ഇത് കേറിയില്ല കേട്ടോ, കേറിയില്ല എനിക്ക്. ഞാൻ മിക്കവാറും എടുക്കുന്നത് ലാർജ് ആണ് കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര ടൈറ്റും ആയിരുന്നു, ട്രാൻസ്പെറന്റും ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇട്ട് നോക്കില്ല, പക്ഷെ എടുത്തു വെച്ചു. പിന്നെ കൊറിയൻ വൈബ്സിന് പറ്റിയ ടൈപ്പ് ഒരു ടോപ്പും ബോട്ടവും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും പറക്കി കൂട്ടി. അപ്പൊ ഞാനും അവളോട് ട്രൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അവളുടെ ഒരു കിൻഡിൽ സാധനങ്ങൾ കണ്ടില്ലേ, ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കാണിച്ചു തരാം. പക്ഷെ ആ കൊറിയൻ വൈബിന്റെ സാധനം അടിപൊളിയായിരുന്നു. അവളിപ്പോ ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ അവളെന്നോട് ഓഫ് ചെയ്യാൻ പറയാം, ഞാൻ കാണിച്ചു തരൂല ഗൈസ് നിങ്ങളെ ഈ ഔട്ട്ഫിറ്റ് ഇടുന്നത്, പക്ഷെ അതിന്റെ മോഡൽ കാണിച്ചു തരാം കേട്ടോ. ഈ കൊറിയൻ വൈബിന്റെ ഐറ്റംസ് അടിപൊളിയായിരുന്നു. നോക്കിയേ, ആ ഉടുപ്പും ഒരു ഫ്ലെയർ വരുന്ന രീതിയിൽ പാവാടയായിരുന്നു, സ്കേർട്ട് വരുന്നത്. പക്ഷെ ഓരോ ടോപ്പിനും 1100 പിന്നെ പാവാടയും 1000 സംതിങ് ആയിരുന്നു വരുന്നത്. അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷെ ഈ സാധനം 799 999 ആ റേഞ്ച് ഒക്കെ വരുന്നതായിരുന്നു കേട്ടോ. ഇത് പക്ഷെ പഴക്കൊല്ല പഠിപ്പിക്കാൻ വെച്ചേക്കുന്നത് പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. അവർക്ക് ചേരുന്നില്ല, കുറച്ചുകൂടെ ഒക്കെ ബോഡിയും വണ്ണവും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ചേരും. ബാക്കി എല്ലാ ഐറ്റം അവർക്ക് കിട്ടുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് പക്ഷേ ഒരു വെറൈറ്റി കളർ ഉണ്ട്. പക്ഷെ ഇത് അതിന്റെ ഫിറ്റിംഗ് പറ്റുന്നവർക്ക് ഓണത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 1100 ആ റേറ്റ് ആണ് വന്നിരുന്നത്. പിന്നെ ഇതും ഒരു രക്ഷയില്ല ഗൈസ്, നേരിട്ട് കാണാനായാലും ഒന്ന് ഷേപ്പ് ഒക്കെ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇത് എക്സ്ട്രാ സ്മോൾ ആണ്, പക്ഷെ നിശയ്ക്ക് ഇച്ചിരി വലുപ്പം ഉണ്ടായിരുന്നു. അവളെങ്ങനെ സങ്കടം പറയാണ്, അവർക്ക് ചിലതൊക്കെ അങ്ങനെയാണ്, എക്സ്ട്രാ സ്മോൾ എടുത്താലും ഫിറ്റിംഗ് കറക്റ്റ് ആകത്തില്ല. പക്ഷെ ഒന്ന് ടക്കടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതൊരു കോമ്പിനേഷൻ ഐറ്റമായിട്ടൊക്കെ ഇടാൻ അടിപൊളിയാണ്. ഞാനിവിടെ ഇട്ടൊക്കെ എനിക്ക് നല്ല ഫിറ്റിംഗ് ആയിരുന്നു. ഞാൻ ലാർജാണ് എടുക്കുന്നത്. പിന്നെ കൈക്ക് ഇച്ചിരി വണ്ണ കൂടുതലുണ്ട് എനിക്ക്. അപ്പോ ചിലപ്പോ ഒക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ബാക്കി എല്ലാ ഫിറ്റിംഗ്സും അടിപൊളിയായിരുന്നു. പക്ഷേ കോമ്പിനേഷൻ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ സ്കൂളിൽ കോളേജിൽ അങ്ങനത്തെ പരിപാടിക്ക് നമ്മളിപ്പം ട്വിന്നിങ് ഒക്കെ നോക്കുന്നെങ്കിൽ അടിപൊളി. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ബ്ലൂം അടിപൊളിയല്ലേ, നോക്കിയേ. ഒരു നല്ല വൈബ്, ഒരു ഫെസ്റ്റീവ് വൈബ് ഉള്ളൊരു ഇത്. നമ്മൾ ഈ ഓണപരിപാടിക്ക് പോകുമ്പോൾ എല്ലാവരും സെറ്റ് സാരി, എല്ലാവരും ഈ ചന്ദന കളറൊക്കെ ഇടുമ്പോൾ കുറച്ചൊന്ന് വൈബ്രന്റ് ആയി നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ ഈ കളേഴ്സ് ഒക്കെ നല്ല സൂട്ടിങ് ആയിരിക്കും. പിന്നെ ഈ ബ്രൈറ്റ് കളേഴ്സ് എപ്പോഴും ഒരു ഡസ്കി ടോണിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് ബ്രൈറ്റ് ചെയ്ത് കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഇതൊരു കോഡ് സെറ്റ് ആണ് എടുത്തത്. ഒരു കോഡ് സെറ്റ് 1000-നകത്ത് വരുന്നതാണ്. പക്ഷേ ഭയങ്കര ട്രാൻസ്പെറന്റും ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ അതുകൊണ്ട് ഷോൾ വെച്ച് നിങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ താഴത്തെ ഫ്ലോറിന്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയല്ലോ ഇപ്പൊ മാക്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ സാധനങ്ങൾ അവൈലബിൾ ആണെന്നോ. അപ്പോൾ അവിടെ സെയിലും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചൊക്കെ സാധനങ്ങൾക്ക് വിലക്കുറവാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് പിള്ളേരുടെ സെക്ഷനിലാണ്. ഞങ്ങളുടെ മക്കൾക്ക് മിക്കപ്പോഴും ഞങ്ങൾ ഡ്രസ്സ് എടുക്കുന്നത് ഇവിടുന്നാണ്. ഈ വര ഷർട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷാനി കൃഷ്ണ ഓർമ്മ വന്നോ? പുള്ളിക്കാരി ഒരു വ്ളോഗിൽ എന്തോ പറയുന്നതായിട്ടില്ലായിരുന്നു, ഇതിട്ടുകൊണ്ട് പോയപ്പോ എല്ലാവർക്കും അത് തന്നെയായിരുന്നു.
അതുപോലത്തെ ഒരു പിള്ളേർക്ക് പറ്റിയ ഒരു ടീഷർട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഷർട്ട് ടീഷർട്ട് അല്ല. പിന്നെ നരുട്ടോടെ ഫാൻസ് ഉള്ള വീട്ടിലെ മക്കളുണ്ടെങ്കിൽ ദാ ഇവിടെ നരുട്ടോടെ സാധനങ്ങൾ കിട്ടും കേട്ടോ. പിന്നെ സ്പോഞ്ചി ഉണ്ട്. എനിക്ക് സ്പോഞ്ചി അറിയാം. പിന്നെ 2-3 കാർട്ടൂൺ അവരുടെ കഥാപാത്രങ്ങളുടെ ഉടുപ്പൊന്നും കണ്ടപ്പോ ഒന്നും മനസ്സിലായില്ല ഗൈസ്. പിന്നെ കുറെ ടീഷർട്ടുകൾ. വീണ്ടും നെറൂട്ടോ ഞാൻ പറഞ്ഞല്ലോ, വീട്ടില് അവന്മാർക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മളിപ്പോ നറൂട്ടോ എവിടെ കണ്ടാലും നമ്മൾ ഓടിപ്പോയി പിടിക്കും. പിന്നെ ഇതൊരു 399 ആ റേഞ്ചിലൊക്കെ വരുന്ന ഈ കൊച്ചു ടീഷർട്ടുകളൊക്കെ ഉണ്ട്. 129 ആ റേഞ്ചൊക്കെ ഉള്ളു കേട്ടോ. നമുക്ക് ഡെയിലി വെയർ യൂസിന് അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. അത് നന്നായിട്ട് വാഷബിൾ ആയിട്ടും ഒരുപാട് വാഷ് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ അത് കൊള്ളായിരുന്നു. പിന്നെ ചപ്പൽസ് നല്ല ക്വാളിറ്റിയാ, നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. മാസ്ക് അല്ല മാക്സ്. അപ്പൊ ചെരുപ്പൊക്കെ മേടിച്ച് സൂക്ഷിച്ചുപയോഗിക്കുകയാണെങ്കിൽ നല്ല കുറച്ച് നാൾ ഓടും. പിന്നെ ഇത് 6 to 12 monthsന്റെ 18 to 20 അല്ലെ 12 to 18 to 24 ആ റേഞ്ചിലൊക്കെ ഉള്ള സൈസിലുള്ള ഉടുപ്പുകളാണ്. ആ എടുത്ത ഉടുപ്പ് ആക്രിക്ക് ചേരും കേട്ടോ. ആക്രിക്ക് അത് 18 to 24 ആണെങ്കിലും അതൊക്കെ ഞങ്ങളുടെ കൊച്ചങ്ങ് കയറി പറ്റിക്കോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പെമ്മക്കൊക്കെ ഉള്ള കുറെ ഫ്രോക്സ് ഒക്കെ ഉണ്ട്. ആൺപിള്ളേരുടെ അമ്മയായതുകൊണ്ട്, അമ്മമാരാണല്ലോ ഞങ്ങൾ രണ്ടുപേരും, അവക്കും ഒരു പെൺകൊച്ചിയുടെ ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ എനിക്ക് അതുകൊണ്ട് ഇതിന്റെ ഒക്കെ അടുത്ത് പോകുമ്പോൾ ഒരു വിഷമം തോന്നാറുണ്ട്. ചെറുക്കൻ എന്നും ഷർട്ട് ഉടുപ്പുമല്ലേ. ഇത് പെൺപിള്ളേർക്കാകുമ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ ചെരുപ്പിന് താഴെ കണ്ടത് 599 ചെരുപ്പുകൾ. അപ്പൊ ഞങ്ങൾ പോവുകയാണ് ഇവിടുന്ന്. ഇനിയും സൈഡിൽ കയറണോ? വേണ്ട, സ്റ്റുഡിയോയ്ക്ക് പോവുകയാണ്. സ്റ്റുഡിയോയ്ക്ക് പോവാം. വിഷമോൾ വണ്ടി എടുക്കും. ഞങ്ങൾ സ്റ്റുഡിയോയ്ക്ക് പോകുന്നു. സ്റ്റുഡിയോ ബാഗ് എന്റെ ഇതിനകത്ത് എന്തോടി കല്ലോ എടി, ഗിയറിനകത്ത് കിടക്കുക. എടുത്തോ, മാറ്റിക്കോ. അപ്പൊ നമുക്ക് ഇനി സ്റ്റുഡിയോയ്ക്ക് പോകാം. സ്റ്റുഡിയോയ്ക്ക് പോകാം. ഇവിടെ നമ്മള് എന്താ പൊളിത്തോട്ടിലുള്ള മാസ്കിലാണ് വന്നത്. ഇനി നമുക്ക് സ്റ്റുഡിയോയ്ക്ക് പോവാം. കൊള്ളായിരുന്നല്ലേ കളക്ഷൻസ്? എന്താണ് അഭിപ്രായം? പക്ഷെ വില ഇച്ചിരി കൂടുതൽ, 1299 രൂപയ്ക്കൊക്കെ സിംഗിൾ. ഒരു വൈബ് മീൻസ് 1000-നകത്തൊന്നും കിട്ടാൻ ഇച്ചിരി പാടാട്ടോ. പക്ഷെ നല്ല സാധനം. ആ പൂക്കി വൈബ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിശയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. കുറച്ച് വണ്ണമുള്ളവർക്കായാലും അത് പറ്റും, കാരണം ഓവർ സൈസ് ടീഷർട്ട് ആയതുകൊണ്ട് ഒരു ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. പിന്നെ പൂക്കി പിള്ളേരല്ലേ ഇടുന്നേ. പൂക്കി എങ്ങനെയായിരുന്നു? പൂക്കി ഓ തൊലഞ്ഞ് എങ്ങനെങ്ങാണ്ടായിരുന്നു കൈസ്, മുല്ലി അറിഞ്ഞു. എങ്ങനെ അങ്ങനെ ഇങ്ങനെ പൂക്കി. എന്റെ പൂക്കി കൊണ്ട് ശരിയാ പൂക്കി. അപ്പൊ നമുക്കിനി ഫാസിയോ കയറണോ? വേണ്ട, ഫാസി എനിക്കല്ല. അയ്യോ, KSRTC ഇടിച്ച് പഠിച്ചായിരിപ്പോ എന്നല്ലേ നോക്കി ഓടിയിടി. അപ്പൊ എന്നും പറഞ്ഞ KSRTC മുമ്പിൽ കൊണ്ടുവന്ന് ശരിയല്ല. ഇനി നമുക്ക് ഇവിടെ ഒരു ഫാസിയോ കഴിഞ്ഞു. ഈ ലൈൻ മൊത്തം ഇങ്ങനെ തുടിക്കടകളാണ് ഗൈസ്. അത് കഴിഞ്ഞ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു ഇതിന്റെ പേരെന്തുവായിരുന്നു? യൂസ്റ്റ. അതെനിക്ക് വലിയ യൂസായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ യൂസ്റ്റ ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ RK വെയിറ്റിംഗ് മാൾ ഉണ്ട്. പിന്നെ ഒരെണ്ണമുണ്ട് ഇത് സ്റ്റൈൽ പ്ലസ്. പക്ഷെ അവിടെ ഒന്നും ആരും കയറാത്തത് കൊണ്ട് നമ്മൾ കയറുമ്പോൾ പിന്നെ അവര് നമ്മുടെ പുറകിന് കിടക്കും. നമുക്ക് അവരൊരു ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് നമുക്ക് സ്റ്റുഡിയോയ്ക്ക് പോകാം. നമ്മള് സ്റ്റുഡിയോയിൽ പോയി സെയിൽ കിടക്കും സ്റ്റുഡിയോയിൽ. അപ്പൊ അതുകൊണ്ട് നോക്കിയിട്ട് വെൽ ചെക്ക് ഔട്ട്. അവ ലൈൻ കട്ട് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ബൈ ആയില്ല. സ്റ്റുഡിയോയ്ക്ക് പോട്ടെ, വണ്ടി സ്റ്റുഡിയോയ്ക്ക് പോട്ടെ. ഇവള് ഈ ചിത്രവാണിക്കും കണ്ട ബസ്സിനും എല്ലാം കുറുക്കു വെക്കുവാണ്. അയ്യോ ഞാൻ പോകുന്നു.